ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. ശ്രീമദ് ഭാഗവതം ഷഷ്ഠസ്കന്ധം 10-ാം അധ്യായം. ശ്രീ ശുക ഉവാച. ഇന്ദ്രമേവം സമാദിശ്യ ഭഗവാൻ വിശ്വഭാവനഃ പശ്യതാമനിമേഷാണാം തത്രൈവാന്തർദധേ ഹരിഃ. ലോകാനുഗ്രഹ തൽപരനായ ഭഗവാൻ ശ്രീഹരി ഇന്ദ്രനോട് ഈ വിധം ആജ്ഞാപിച്ചതിൽ പിന്നെ ദേവന്മാരെല്ലാവരും നോക്കിക്കൊണ്ടിരിക്കെ അവിടെ തന്നെ മറഞ്ഞു എന്ന് ശ്രീ ശുകമുനി പറയുന്നു. ഈ അദ്ധ്യായത്തിൽ അസുരസേനാസഹിതനായ വൃത്രാസുരനോട് ദേവസേനാ സമന്വിതനായ ഇന്ദ്രൻ യുദ്ധം ചെയ്തത് വിവരിക്കുന്നു. തഥാഭിയാജിതോ ദേവൈർ ഋഷിരാദർവണോ മഹാൻ മോദമാനവുവാചേദം പ്രഹസന്നിവ ഭാരത. ഭഗവാൻ ആജ്ഞാപിച്ചതുപോലെ ദേവന്മാർ സാദരം യാചിക്കപ്പെട്ടവനും അഥർവണവേദം നന്നായി അറിഞ്ഞിരിക്കുന്നവരും പരാനുഗ്രഹ തത്പരനും മഹാനുമായ ഋഷി സന്തോഷത്തെ സൂചിപ്പിക്കുന്ന പുഞ്ചിരിയോടുകൂടി ഇപ്രകാരം പറഞ്ഞു. ഭഗവത് പ്രേരിതന്മാരായിട്ടാണ് ഇവർ ഇങ്ങനെ യാചിക്കുന്നത്. ഇവരുടെ ആഗ്രഹം സാധിപ്പിക്കുന്നതിനാൽ ഭഗവാൻ സന്തോഷിക്കും എന്നറിഞ്ഞതുകൊണ്ടാണ് സന്തോഷമുണ്ടായത്. മഹാന്മാർ പരാനുഗ്രഹത്തിനായിട്ട് സ്വശരീരത്തെ കൂടി ഉപേക്ഷിക്കുവാൻ മടിക്കുന്നവരല്ല. എങ്കിലും ഇന്ദ്രൻ പറയുന്നതായ ധർമ്മം കേൾക്കുവാനുള്ള ആഗ്രഹത്താൽ അവരുടെ പ്രാർത്ഥനയെ നിരാകരിക്കുവാൻ വിചാരിക്കുന്നവൻ എന്ന മട്ടിൽ പറഞ്ഞു. അഭിവൃന്ദാരകായൂയം ന ജാനീത ശരീരിണാം സംസ്ഥായാം എസ്ത്വവിദ്രോഹോ ദുസ്സഹശ്ചേതനാബഹഃ. ഹേ ദേവന്മാരെ, പ്രാണികളുടെ മരണാവസ്ഥയിൽ അവർക്ക് അനുഭവിക്കേണ്ടതായി വരുന്ന ദുസ്സഹമായ പീഡയും മോഹാലസ്യാദി ദുഃഖങ്ങളും ഏതു വിധത്തിലിരിക്കുമെന്ന് നിങ്ങൾ അറിയുന്നില്ലെന്ന് ഞാൻ വിചാരിക്കട്ടെ. ജിജീവിഷൂണാം ജീവാനാം ആത്മാ പ്രേഷ്ട ഇഹേപ്സിതഃ ക ഉത്സഹേദ തം ധാതും ഭിക്ഷമാണായ വിഷ്ണവേ. ദേഹാദികളുടെ മരണാവസരത്തിലുള്ള ദുഃഖം ഞങ്ങൾ അറിയാതെയല്ല. ഭഗവാന്റെ ആജ്ഞാനുസരണം യാചിക്കുകയാണെന്ന് പറയുവാൻ ഭാവിക്കുകയാണെങ്കിൽ അതിനുത്തരം പറയാൻ കേൾക്കുവിൻ. എല്ലാ ജീവികളും ഈ ലോകത്തിൽ ജീവിച്ചിരിപ്പാൻ ആഗ്രഹിക്കുന്നവരാകുന്നു. അവർക്കിവിടെ പ്രിയ സ്ഥാനങ്ങളായ ഗൃഹധനാദികളിൽ വെച്ച് ഏറ്റവും പ്രിയപ്പെട്ട പദാർത്ഥം അവരുടെ ശരീരമാകുന്നു. മരണത്തിൽ നിന്ന് മോചിപ്പാൻ ആഗ്രഹിച്ചും കൊണ്ട് ധനാദികളെ ഉപേക്ഷിക്കുക പതിവാണല്ലോ. അത്രത്തോളം പ്രീതിക്കാസ്പദമായിരിക്കുന്ന ശരീരത്തെ യാചിക്കുന്നത് ശ്രീ വിഷ്ണുവായിരുന്നാൽ കൂടിയും അതിനെ കൊടുപ്പാൻ ആരുത്സാഹിക്കും? മനസ്സോടുകൂടി ഒരുവനും എത്ര മാഹാത്മ്യമുള്ള ഒരുവൻ ചോദിക്കുന്നതായാലും ദേഹത്തെ വിട്ടുകൊടുക്കുകയില്ല. ദേവാ ഊജുഹു കിന്നു തദ്ദുസ്തജം ബ്രഹ്മൻ പുംസാം ഭൂതാനുകമ്പിനാം ഭവദ്വിധാനാം മഹതാം പുണ്യശ്ലോകേഡ്യ കർമ്മണാം. ദേവന്മാർ പറഞ്ഞു, ഹേ ബ്രഹ്മൻ, പ്രാണി കാരുണ്യമുള്ളവരും അതിനാൽ തന്നെ ദുഷ്കരങ്ങളായ കർമ്മങ്ങളെ കൂടി ചെയ്യുന്നവരാകയാൽ മഹാകീർത്തിശാലികളാൽ കൂടി കീർത്തിക്കപ്പെടുന്നവരും മഹാന്മാരുമായ അങ്ങയെപ്പോലെയുള്ള പുണ്യപുരുഷന്മാർക്ക് ഉപേക്ഷിപ്പാൻ പ്രയാസമുള്ള സാധനം എന്തിരിക്കുന്നു? നനുസ്വാർത്ഥപരോ ലോകോ ന വേദപരസങ്കടം യതി വേദനയാചേത നേദിനാഹ യതീശ്വരഃ. സ്വകാര്യം സാധിക്കണമെന്ന ശ്രദ്ധയോടുകൂടിയ സാമാന്യജനം അന്യരുടെ സങ്കടം അറിയുന്നില്ല. അറിയുമെങ്കിൽ യാചിക്കുകയില്ല. ദാനം ചെയ്യുവാൻ സമർത്ഥനായിരിക്കുന്ന പ്രഭു അന്യസങ്കടം അറിയുമെങ്കിൽ യാചകനോട് നിഷേധരൂപത്തിൽ മറുപടിയും പറയുകയില്ല. പരദുഃഖം ഞങ്ങൾ അറിയാതെയാണ് യാചിച്ചതെങ്കിൽ അങ്ങും ഞങ്ങളുടെ ദുഃഖമറിയാതെ സ്വാർത്ഥപരനായിട്ട് തന്നെയാണ് തരികയില്ലെന്ന് പറയുന്നതും. സ്വാർത്ഥപരത്വം രണ്ടുപേർക്കും തുല്യം തന്നെ. ഋഷിരുവാച. ധർമ്മം വ ശ്രോതുകാമേന യൂയം മേ പ്രത്യുദാഹൃതാഃ യേഷ വ പ്രിയമാത്മാനം ത്യജന്തം സന്ധ്യജാമ്യഹം. ഋഷി പറഞ്ഞു, നിങ്ങളിൽ നിന്ന് ധർമ്മം കേൾപ്പാനുള്ള ആഗ്രഹം കൊണ്ടാണ് നിഷേധിച്ചു പറഞ്ഞത്. വാസ്തവത്തിൽ നിരാകരിച്ചതല്ല. നിങ്ങൾക്കാവശ്യമുള്ളതും അവസാനത്തിൽ എന്നെ ഉപേക്ഷിക്കുന്നതുമായ ഈ ശരീരത്തെ നിങ്ങളുടെ പ്രീത്യർത്ഥം ഞാൻ ഉപേക്ഷിച്ചു കൊള്ളാം. യോ ധ്രുവേണാത്മനാനാദ ന ധർമ്മം ന യശപ്പുമാൻ ഈഹേതഭൂതദേയ സശോച്യസ്താവരൈരഭി.
അവശ്യം നശിച്ചു പോകുന്ന ശരീരത്തെക്കൊണ്ട് പ്രാണികാരുണ്യത്തോടുകൂടി യാതൊരു പുരുഷൻ ധർമ്മത്തെയോ കീർത്തിയെയോ സമ്പാദിക്കുന്നില്ലയോ, അവനെക്കുറിച്ച് സ്ഥാവരങ്ങൾ കൂടി വ്യസനിക്കും. നിങ്ങളാകട്ടെ ലോകരക്ഷകന്മാരും കൂടിയാകയാൽ നിങ്ങൾക്ക് തരുന്നതുകൊണ്ട് മഹാബലം സിദ്ധിക്കും. വൃക്ഷാദികൾ കൂടി ഫലദാനത്താൽ പ്രാണികളെ അനുഗ്രഹിക്കുന്നു. അങ്ങനെയിരിക്കെ പരോപകാരം ചെയ്യാത്ത മനുഷ്യൻ വൃക്ഷാദികളേക്കാൾ താണനിലയിൽ ഇരിക്കുന്നവനാണെന്ന് സാരം. ഏതാവാനവ്യയോ ധർമ്മഃ പുണ്യശ്ലോകൈരുപാസിതഃ യോ ഭൂതശോകഹർഷാഭ്യം ആത്മാ ശോചതി ഹൃഷ്യതി. അന്യരുടെ സന്താപ സന്തോഷങ്ങളിൽ യാതൊരുവൻ സന്തപിക്കുകയും സന്തോഷിക്കുകയും ചെയ്യുന്നുവോ, അതുതന്നെയാകുന്നു നാശരഹിതമായ ധർമ്മം. ഈ ധർമ്മം അനുഷ്ഠിച്ചിട്ടു തന്നെയാണ് പൂർവ്വപുരുഷന്മാർ പുണ്യകീർത്തികളായി ഭവിച്ചതും. അഹോ ദൈന്യമഹോ കഷ്ടം പാരക്യൈഷണഭംഗുരൈഃ എന്നോപകുര്യാദസ്വാർത്ഥൈർ മർത്യസ്വജ്ഞാതിവിഗ്രഹൈഃ. പരോപകാരം ചെയ്യുന്നത് തന്നെ പരമധർമ്മമെന്ന് സിദ്ധാന്തിച്ച ശേഷം അത് ചെയ്യാത്തവരെ നിന്ദിക്കുന്നു. മരണാനന്തരം ശ്വാക്കളോ പക്ഷികളോ ഭക്ഷിച്ചു പോകുന്ന ഈ ശരീരാദികൾ സ്വകീയങ്ങളല്ല, പരകീയങ്ങളാകുന്നു. ധനം, പുത്രാദികൾ, ശരീരം എന്നിവ കൊണ്ട് പരന്മാർക്ക് ഉപകാരം ചെയ്യാതിരിക്കുന്ന ഒരുവന് അവയെക്കൊണ്ട് മറ്റെന്തൊരുപയോഗമാണുള്ളത്? സ്വസുഖാനുഭവം തന്നെ പ്രയോജനമെന്ന് പറയുന്നതായാൽ സ്വശരീരം പ്രാരബ്ധത്തിന് അധീനമായതുകൊണ്ട് ധനാദികളില്ലെന്നിരിക്കലും ശരീരയാത്ര സാധിക്കുന്നതാകുന്നു. അതുമാത്രമല്ല, അവ ക്ഷണം കൊണ്ട് നശിക്കുന്നവയുമാകുന്നു. ആകയാൽ സ്വദേഹധനപുത്രാദികളെ കൊണ്ട് പരോപകാരം ചെയ്യാതെ ജീവിക്കുന്നത് പരമദൈന്യവും കഷ്ടവുമാകുന്നു. ശ്രീശുക ഉവാച. ഏവം കൃതവ്യവസിതോ ദദ്യങ്ങാദർവണസ്തനും പരേ ഭഗവതി ബ്രഹ്മണ്യാമാത്മാനം സന്നയഞ്ജഹോ. ശ്രീശുകമുനി അരുളി ചെയ്തു. ഇപ്രകാരം നിശ്ചയിച്ച അഥർവണ വേദജ്ഞനായ ദധീജി എങ്ങും നിറഞ്ഞിരിക്കുന്ന പരബ്രഹ്മത്തിൽ മനസ്സിനെ ലയിപ്പിച്ച ശേഷം യോഗശക്തിയെ ആശ്രയിച്ച് ശരീരത്തെ ഉപേക്ഷിച്ചു. യഥാക്ഷാസു മനോബുദ്ധി തത്വദൃഗ്ധോസ്തബന്ധനഃ ആസ്ഥിത പരമം യോഗം നദേഹം ബുബുദേ ഗതം. ശരീരത്തെ ഉപേക്ഷിച്ച സമ്പ്രദായത്തെ വിവരിക്കുന്നു. ഇന്ദ്രിയങ്ങൾ, പ്രാണവായുക്കൾ, മനസ്സ്, ബുദ്ധി എന്നിവയെ ക്രമത്തിൽ വശീകരിച്ചു. ഓരോന്നിനെയും മറ്റോരോന്നിൽ ലയിപ്പിച്ചു. നാശരഹിതമായ പരമതത്വത്തിൽ തന്നെ ദൃഷ്ടി ഉറപ്പിച്ചു. ദേഹാദികളിലുള്ള അധ്യാസരൂപമായ ബന്ധനത്തെ നശിപ്പിച്ചു. ദുഃഖാദ്യാനുഭവത്തിന് കാരണമായ അവിദ്യയുടെ ബന്ധത്തെ ഛേദിച്ചു. പരമയോഗത്തെ, അസംപ്രജ്ഞാത സമാധിയെ ആശ്രയിച്ചു. വിദേഹ കൈവല്യമടഞ്ഞു. ദേഹബന്ധത്തിൽ നിന്ന് മുക്തനായി. ശരീരം വീണുപോയത് അറിഞ്ഞില്ല. പ്രാകൃത ജനങ്ങൾക്കുള്ളതുപോലെ യോഗികൾക്ക് ശരീരത്യാഗത്താൽ ദുഃഖമില്ല. ജഡത്തെ ഉപേക്ഷിച്ച് ആനന്ദസ്വരൂപനായിരിക്കുകയാണിനി വേണ്ടത് എന്ന് ദേവന്മാർ മുഖാന്തരം ഭഗവാൻ ദധീജിയെ അറിയിച്ചതുകൊണ്ട് ഭഗവദാജ്ഞ ദേവന്മാർക്ക് മാത്രമല്ല ദധീജിക്കും അനുഗ്രഹം തന്നെയായിരുന്നു. അതേന്ദ്രോ വജ്രമുദ്യമ്യ നിർമ്മിതം വിശ്വകർമ്മണ മുനേ ശുക്തിഭിരുത്സിക്തോ ഭഗവത്തേജസാന്വിതഃ വൃതോ ദേവഗണൈ സർവൈർഗജേന്ദ്രോ പര്യശോഭത സ്തൂയമാനോ മുനിഗണൈസ്ത്രൈലോക്യം വർദ്ധയന്നിവ വൃത്രമഭ്യദ്രവച്ചേത്തുമസുരാനീകയൂതഭൈഃ പര്യസ്തമോജസാ രാജൻ ക്രുദ്ധോ രുദ്രൈവാന്തകം. അനന്തരം മുനി ശരീരത്തിലെ അസ്ഥികൾ കൊണ്ട് വിശ്വകർമാവ് നിർമ്മിച്ച വജ്രായുധത്തെ ഇന്ദ്രൻ ഉയർത്തിപ്പിടിച്ചതോടുകൂടി ഭഗവാന്റെ തേജസ്സും ഇന്ദ്രനിൽ പ്രവേശിച്ചു. അതുനിമിത്തം ഇന്ദ്രൻ്റെ ക്ഷയിച്ചിരുന്ന ശക്തി ഉത്കർഷത്തെ പ്രാപിച്ചു. എല്ലാ ദേവസമൂഹങ്ങളും ഇന്ദ്രന് ചുറ്റും വന്നു നിന്നു. മുനിഗണങ്ങൾ നാലുഭാഗത്തു നിന്ന് സ്തോത്രം ചെയ്തു. ത്രിലോകത്തെയും അഭിവൃദ്ധി വരുത്തുന്നവൻ എന്ന പോലെ ഇന്ദ്രൻ ഐരാവതമെന്നു പേരായ ആനയുടെ മേലെ പ്രകാശിച്ചുകൊണ്ട് അസുര സൈന്യാധിപന്മാരാലും ഓജസ്സിനാലും ചുറ്റപ്പെട്ടിരിക്കുന്ന വൃത്രാസുരനെ പ്രളയകാലത്തിൽ ക്രുദ്ധനായ രുദ്രൻ അന്തകനെ എന്ന പോലെ സംഹരിപ്പാനായിക്കൊണ്ട് നേരിട്ടോടിയെത്തി. തതസുരാണാമസുരൈരണപരമദാരുണഃ ത്രേതാമുഖേ ധർമ്മദായാം അഭവത് പ്രഥമേ യുഗേ. അനന്തരം ദേവന്മാർക്കും അസുരന്മാർക്കും തമ്മിൽ മഹാഭയങ്കരമായ യുദ്ധമുണ്ടായി.
വൈവസ്വത മന്വന്തരത്തിലെ ഒന്നാമത്തെ ചതുർയുഗത്തിൽ ത്രേതായുഗത്തിൻ്റെ ആരംഭത്തിൽ നർമ്മദാതീരത്തിൽ വെച്ചാണ് യുദ്ധമുണ്ടായത്. രുദ്രൈർവസുഭിരാദിത്യൈർ അശ്വഭ്യാം പിതൃവന്യഭിഃ മരുദ്ഭിർ ഋഭുഭിഃ സാധ്യൈർ വിശ്വദേവൈർമരുത്പദീം ദൃഷ്ട്വാ വജ്രധരം ശക്രം രോചമാനം സ്വയാ ശ്രിയാ നാമൃഷ്യന്നസുരാ രാജൻ മൃദേ വൃത്രപുരസ്സരാഃ. ഹേ രാജൻ, രുദ്രന്മാർ, വസുക്കൾ, ആദിത്യന്മാർ, അശ്വികൾ, പിതൃദേവന്മാർ, വന്യകൾ, മരുത്തുക്കൾ, ഋഭുക്കൾ, സാധ്യന്മാർ, വിശ്വേദേവന്മാർ ഇവരോടുകൂടിയും സ്വകീയമായ അസാധാരണ ശോഭയാൽ പ്രകാശിച്ചും വജ്രം ധരിച്ചും കൊണ്ട് യുദ്ധത്തിനൊരുങ്ങി വരുന്ന ഇന്ദ്രനെ കണ്ടപ്പോൾ വൃത്രാസുര മുഖ്യന്മാരായ അസുരന്മാർക്ക് ക്ഷമയില്ലാതെയായി. നമുജി ശംബരോ നർവാദ്യമൂർധാ ഋഷഭോംബരഃ ഹയഗ്രീവ ശംഖുശിര വിപ്രചിത്തിരയോമുഖഃ പുലോമാ വൃഷപർവാജ പ്രഹേതിർഹേതിരുത്കലഃ ദൈതേയ ദാനവായക്ഷ രക്ഷാംസിജസഹസ്രശഃ സുമാലിമാലിപ്രമുഖാഃ കാർത്തസ്വരപരിച്ഛദാഃ പ്രതിഷിദ്ധ്യേന്ദ്രസേനാഗ്രം മൃത്യോരഭിദുരാസദം അഭ്യർദയന്ന സംഭ്രാന്താഃ സിംഹനാദേന ദുർമദാഃ ഗദാഭിപരിഗൈർബാണൈഃ പ്രാസമുദ്ഗരതോമരൈഃ ശൂലൈഃ പരശ്വതൈ ഗദ്യൈഃ ശതഘ്നിഭിർഭിഷുണ്ഡിഭിഃ സർവതോ വാകിരൻ ശസ്ത്രൈരസ്ത്രൈശ്ച വിബുദർഷഭാൻ. നമുജി ശംബരൻ, അനർവാവ്, ദ്വിമൂർധാവ്, ഋഷഭൻ, അംബരൻ, ഹയഗ്രീവൻ, ശംഖുശിരസ്, വിപ്രജിത്തി, അയോമുഖൻ, പുലോമാവ്, വൃഷപർവാവ്, പ്രഹേതി, ഹേതി, ഉത്കലൻ മുതലായ ദിതിപുത്രന്മാർ, ധനുപുത്രന്മാർ, യക്ഷന്മാർ, രക്ഷസ്സുകൾ, സുമാലി, മാലി മുതലായവർ അനേകായിരം പേർ സ്വർണ്ണാഭരണങ്ങൾ കൊണ്ട് ശരീരങ്ങൾ അലങ്കരിച്ച് ഭയരഹിതന്മാരും അടുക്കുവാൻ കഴിയാത്ത മതത്തോട് കൂടിയവരുമായിട്ട് അന്തകന് കൂടി കടക്കുവാൻ കഴിയാത്ത ഇന്ദ്രൻ്റെ സേനാമുഖത്തെ നിസ്സാരമാക്കിക്കൊണ്ട് നേരിട്ട് പാഞ്ഞുവന്ന് ഗദകൾ, പരിഗങ്ങൾ, ബാണങ്ങൾ, പ്രാസങ്ങൾ, മുദ്ഗരങ്ങൾ, തോമരങ്ങൾ, ശൂലങ്ങൾ, പരശ്വതങ്ങൾ, ഖഡ്ഗങ്ങൾ, ശതഘ്നികൾ, ഭുഷുണ്ഡികൾ മുതലായ അസ്ത്രങ്ങളും ശസ്ത്രങ്ങളും ദേവാധിപന്മാരുടെ നേരെ വർഷിച്ചു. നതേ ദൃശ്യന്ത സംഛന്നാഃ ശരജാലൈ സമന്തതഃ പുങ്കാനുപുങ്കപതിതൈർ ജ്യോതിംഷീവ നഭോഗനൈഃ. ഒന്നോടൊന്ന് തുടർച്ചയായി 4 ഭാഗത്തും വന്നു വീഴുന്ന ശരസമൂഹങ്ങളാൽ മറയ്ക്കപ്പെട്ട ദേവന്മാർ ആകാശത്തിൽ മേഘപടലങ്ങളാൽ മറയ്ക്കപ്പെട്ട സൂര്യചന്ദ്രാദി പ്രഭകളെന്ന പോലെ കാണപ്പെട്ടില്ല. നദേ ശസ്ത്രാസ്ത്രവർഷൗഘ ഹ്യാസേതു സുരസൈനികാൻ ഛിന്നാസിദ്ധപദേ ദേവൈർ ലഘുഹസ്തൈ സഹസ്രദാ. അസുരന്മാർ പ്രയോഗിച്ച ആ ശസ്ത്രാസ്ത്രവർഷങ്ങൾ ദേവസൈന്യത്തിലുള്ളവരുടെ ദേഹങ്ങളിൽ ഒട്ടും പ്രവേശിച്ചില്ല. കൈവേഗത്തിനു പ്രസിദ്ധരായ ദേവന്മാർ ആ ശസ്ത്രാസ്ത്രങ്ങളെ ആകാശത്തിൽ തന്നെ 1000 ഖണ്ഡങ്ങളായി മുറിച്ചു വീഴ്ത്തി. അദക്ഷീണാസ്ത്രശസ്ത്രൗഘ ഗിരിശൃംഗദ്രുമോപലേഃ അഭ്യവർഷൻ സുരബലം ചിച്ഛുദുസ്താംശ്ച പൂർവവത്. അനന്തരം അസ്ത്രങ്ങളും ശസ്ത്രങ്ങളും നിശ്ശേഷം അവസാനിച്ചപ്പോൾ അസുരന്മാർ പർവ്വതശിഖരങ്ങൾ, വൃക്ഷങ്ങൾ, കല്ലുകൾ ഇവയെക്കൊണ്ട് ദേവന്മാരുടെ മീതെ വർഷിച്ചു. അവർ അവയെയും മുമ്പത്തെപ്പോലെ മുറിച്ചുകളഞ്ഞു. താനക്ഷതാൻ സ്വസ്തിമതോ നിശാമ്യ ശസ്ത്രാസ്ത്രപൂഗൈരഥവൃത്രനാദാഃ ദ്രുമൈർദൃഷദ്ഭിർവിവിധാദ്രിശൃംഗൈരവൈക്ഷതാംസ്തത്ര സുരീന്ദ്രസൈനികാൻ സർവേ പ്രയാസാ അഭവൻ വിമോഗാഃ കൃതാ ദേവഗണേഷു ദൈത്യൈഃ കൃഷ്ണാനുകൂലേഷു യഥാ മഹത്സു ക്ഷുദ്രൈ പ്രയുക്ത രുഷതി രൂക്ഷവാജഃ. വൃക്ഷങ്ങൾ, കല്ലുകൾ, പലവിധത്തിലിരിക്കുന്ന പർവ്വതശിഖരങ്ങൾ ഇവയെ പ്രയോഗിച്ചിട്ടും ഇന്ദ്രൻ്റെ സൈന്യങ്ങൾക്ക് നാശം നേരിടാത്തതായിട്ടും ക്ഷീണമില്ലാതെ ഉത്സാഹത്തോടുകൂടി യുദ്ധം ചെയ്യുന്നവരായിട്ടും കണ്ടപ്പോൾ വൃത്രാസുര മുഖ്യന്മാരായ അസുരന്മാർ ഭയപ്പെട്ടു. ഈശ്വരാനുകൂല്യമുള്ള മഹാന്മാരിൽ നീചന്മാർ പ്രയോഗിക്കുന്ന ശാപരൂപങ്ങളായ കഠിന വാക്കുകളെന്ന പോലെ ദൈത്യന്മാർ ദേവന്മാരിൽ പിന്നെയും പിന്നെയും പ്രയോഗിച്ച സർവ പ്രയത്നങ്ങളും നിഷ്ഫലങ്ങളായി ഭവിച്ചു. തേ സ്വപ്രയാസം വിദദം നിരീക്ഷ്യ ഹരാവഭക്ത ഹതയുദ്ധദർപ്പാഃ പലായനായാജിമുഖേ വിസൃജ്യ പതിം മനസ്തേ
ദദുരാത്തസാരാഹ. ശ്രീഹരിയിൽ ഭക്തിഹീനന്മാരായ അവരുടെ പ്രവൃത്തി മുഴുവനും നിഷ്ഫലമായി കണ്ടപ്പോൾ യുദ്ധാഹങ്കാരം നിലച്ചു. ശത്രുക്കളായ ദേവന്മാരാൽ തങ്ങളുടെ ബലം തീർത്തും അപഹരിക്കപ്പെട്ടതായി അറിഞ്ഞ് സ്വാമിയായ വൃത്രാസുരനെ യുദ്ധഭൂമിയിൽ ഉപേക്ഷിച്ച് അവർ ഓടിപ്പോകുവാൻ ഉറച്ചു. വൃത്രോസുരാം സ്ഥാനനുഗാൻ മനസ്സി പ്രതാവത പ്രേക്ഷ്യ ബഭാഷയേതത് പലായിദം പ്രേക്ഷ്യ ബലം ച ഭഗ്നം ഭയേന തീവ്രേണ വിഹസ്യ വീരഃ. പരാക്രമശാലിയും ധീരനുമായ വൃത്രാസുരൻ തൻ്റെ കൂടെ വന്നിരുന്ന അസുരന്മാർ ചിലർ ഓടിപ്പോകുന്നതായിട്ടും വേറെ ചിലർ ഓടിപ്പോയതായിട്ടും സൈന്യം ശത്രുക്കളാൽ മുറിവേൽപ്പിക്കപ്പെട്ടതായിട്ടും കണ്ടിട്ട് ചിരിച്ചും കൊണ്ടിങ്ങനെ പറഞ്ഞു. കാലോപപന്നാം രുചിരാം മനസ്സിനാമുവാചവാചം പുരുഷപ്രവീരഃ. ഹേ വിപ്രചിത്തേ നമുജേ പുലോമൻ മായാനർവൻ ശംബരാമേ ശൃണുധ്വം. ധീരതയെ പ്രകാശിപ്പിക്കുന്നതും കാലത്തിന് ഉചിതവുമായ വാക്കിനെ പുരുഷന്മാരിൽ വെച്ച് അത്യന്തം വീരനായ വൃത്രൻ പറഞ്ഞു. ഹേ വിപ്രജിത്തെ നമുജേ പുലോമൻ മയ അനർവൻ ശംബര. നിങ്ങൾ ഞാൻ പറയുന്നത് മനസ്സിരുത്തി കേൾക്കുവിൻ. ജാതസ്യ മൃത്യുധ്രുവ ഏഷ സർവദഃ പ്രതിക്രിയ യസ്യ ന ചേഹ ക്ലിപ്ത ലോകോ യശശ്ചാദ തതോ യദി ഹ്യമും കോ നാമ മൃത്യും ന വൃണീതയുക്തം. ഈ ലോകത്തിൽ ജനിച്ചിരിക്കുന്ന സർവ്വപ്രാണികൾക്കും മരണമുണ്ടെന്നത് നിശ്ചയമാകുന്നു. ഇതിൽ നിന്ന് നിവർത്തിപ്പാനുള്ള മാർഗം ഈശ്വരൻ നിശ്ചയിച്ചിട്ടില്ല. എന്നാൽ ആ മരണം നിമിത്തം പുണ്യലോകപ്രാപ്തിയും ഈ ലോകത്തിൽ കീർത്തിയും ഉണ്ടാകുമെന്നു വന്നാൽ സമുചിതമായ ആ മരണത്തെ ആരുതന്നെ സന്തോഷപൂർവം സ്വീകരിക്കുകയില്ല. ദ്യൗസമ്മതാവിഹ മൃത്യു ദുരാപോ യദ്ബ്രഹ്മസന്ധാരണയാജിദാസുഃ കളേവരം യോഗരഥോ വിജഹ്യാത് യദഗ്രണീർവീരശയേ നിവർത്തഃ. ഈ ലോകത്തിൽ ജനിച്ചാൽ രണ്ടു വിധത്തിൽ ശരീരത്തെ ഉപേക്ഷിക്കുന്നത് ശ്ലാഘ്യമാണെന്ന് ശാസ്ത്രത്തിൽ നിന്നു ധരിക്കാം. അഷ്ടാംഗയോഗം അഭ്യസിച്ച് പ്രാണവായുക്കളെ സ്വാധീനപ്പെടുത്തി ബ്രഹ്മത്തെ ധ്യാനിച്ചും കൊണ്ട് ശരീരം ഉപേക്ഷിക്കുക എന്നത് ഒരുവിധം മരണം. യുദ്ധഭൂമിയിൽ പ്രവേശിച്ച ശത്രുവിനോട് എതിർത്ത് പിന്തിരിയാതെ ശരീരത്തെ ഉപേക്ഷിക്കുക എന്നത് മറ്റൊരു വിധം മരണം. ഇത് രണ്ടും ശ്രേഷ്ഠം, ലഭിപ്പാൻ പ്രയാസം. ദ്വാവിമൗ പുരുഷൗ ലോകേ സൂര്യമണ്ഡലഭേദിനൗ പരിവ്രാട്യോഗയുക്തശ്ച രണേ ചാഭിമുഖോ ഹതഃ. ലോകത്തിൽ ഈ രണ്ടു തരക്കാർ സൂര്യമണ്ഡലത്തെ ഭേദിച്ച് സദ്ഗതി പ്രാപിക്കുന്നവരാകുന്നു. ബ്രഹ്മസാക്ഷാത്കാരം പ്രാപിച്ച പരമഹംസനായ യോഗിയും യുദ്ധത്തിൽ നിന്നും അടങ്ങാതെ ശത്രുവിനാൽ ഹനിക്കപ്പെടുന്ന വീരനും എന്നുള്ള സ്മൃതിയുടെ സാരം ഇവിടെ വൃത്രാസുരൻ പറഞ്ഞിരിക്കുന്നു. 10-ാമത്തെ അധ്യായം സമാപിച്ചു. 11-ാമത്തെ അധ്യായം അടുത്ത ദിവസം. ഹരിയോ.